ആഹാ, മക്കള് രണ്ടാളും ഉണ്ടല്ലോ. ഇന്ന് രാവിലെ കൂടി മുത്തശ്ശി ഓർത്തതേ ഉള്ളൂ നിങ്ങളെ ഒന്ന് വിളിക്കണമെന്ന്. എന്തിനാ മുത്തശ്ശി ഇങ്ങനെ പഞ്ചാര വർത്താനൊക്കെ പറയുന്നേ? എന്ന് ഞാനിവിടെ രണ്ടാം കുടിക്കാരിയെ പോലെ ആറിലൊഴുകി പോകുമ്പോ കിട്ടിയിട്ട് അന്നം തന്ന് വളർത്തിയതിന്റെ പരിഗണനയെ വിമലയ്ക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഇന്നത്തോടെ അതെനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അതേപ്പറ്റി പറയാനാ ഞാനിപ്പോ വന്നത്. എന്താ വിമല ഇതിന് മാത്രം ഉണ്ടായത്? ഹരീന്ദ്ര, എന്താ മോനെ കാര്യം? വിമലയ്ക്ക് വിഷമമുണ്ടോന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അവള് തന്നെ പറയട്ടെ. ഇത് നിങ്ങളുടെ കുടുംബകാര്യ. അന്യനായ ഞാൻ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, മോനെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? സംസാരിക്കാതെ പിന്നെ ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഈ വീട്ടിലോ നമ്മുടെ കടയിലോ എനിക്ക് വല്ല അവകാശമുണ്ടോ? എന്തെങ്കിലും ചെറിയൊരു അവകാശമെങ്കിലും? അത് ഞങ്ങൾ പറയാതെ തന്നെ നിനക്കറിയില്ലേ വിമലേ? ഈ കുടുംബത്തിലും കടയിലും വിനയനെ പോലെ തന്നെ നിങ്ങൾ 3 പെൺമക്കൾക്കും എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഇങ്ങനൊരു ചോദ്യം? അവകാശം ഉണ്ടെന്നൊക്കെ വെറുതെ കാതിൽ ഓതി തന്നാ പോരാ. കടയിൽ ചെല്ലുമ്പോ അവിടെ വിലയും മതിപ്പും കിട്ടണം എനിക്കും എന്റെ ഭർത്താവിനും. ചുരുങ്ങിയതേ അപമാനിക്കാതിരിക്കെങ്കിലും ചെയ്യണം. അതാണ് പ്രശ്നം. അതിനിപ്പോ എന്താ ഉണ്ടായത്? അത് പറ. അത് ചോദിക്കേണ്ടതേ ഞങ്ങളോടല്ല. ടെക്സ്റ്റൈൽസിലെ മുതലാളിയാണെന്നും ഇലഞ്ഞിക്കിലെ കുടുംബനാഥനാണെന്നും ചമഞ്ഞു നടക്കുന്ന ഒരാളുണ്ടല്ലോ, സാക്ഷാൽ വിനയേന്ദ്രൻ സാറ്. അദ്ദേഹത്തെ വിളിച്ചിരുത്തി ചോദിക്കണം, വിമല കടയിൽ ചെന്ന് അവിടെ ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് തെറ്റാണോ എന്ന്. അതിന്റെ പേരിൽ അവളെ അവളുടെ ഭർത്താവിനെയും സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചത് ശരിയായ കാര്യമാണോന്ന്. അമ്മയെങ്കിലേ മൂത്ത മകനോട് വിളിച്ച് ചോദിക്കും ഇപ്പൊ തന്നെ. വിമല ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യണമെന്ന് കടുത്ത ആഗ്രഹം പറഞ്ഞപ്പോഴാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. അത് പിന്നെ ഇവള് വർക്ക് ചെയ്ത് കിട്ടുന്ന വരുമാനം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വിമലയ്ക്ക് നേരം പോകാനൊരു മാർഗമാവുമെന്ന് ഓർത്തിട്ടാ. ഹരിയേട്ടൻ അങ്ങനെ പറയണ്ട. എന്നെ സംബന്ധിച്ച് നേരം പോക്കൊന്നും അല്ല, കടയിൽ ജോലിക്ക് കയറാന്നുള്ളത് എന്റെ അവകാശമാണ്. അല്ലെങ്കിലേ ഇവരിൽ ഒരാൾ പറയട്ടെ അങ്ങനെ അല്ലാന്ന്. അതെ, നിങ്ങൾ എന്നെ സ്ത്രീധനൊന്നും തന്നിട്ടല്ലല്ലോ പറഞ്ഞയച്ചത്. ആ നിലയ്ക്ക് നല്ല ശമ്പളത്തിൽ മാനേജറായിട്ടെങ്കിലും എന്നെ കടയിൽ നിർത്തിയേ പറ്റൂ. എനിക്കും വേണം അവിടുന്ന് കിട്ടുന്നതിലൊരു പങ്ക്. വിമലയും കൊണ്ട് കടയിൽ ചെന്നപ്പോ വളരെ മോശമായിട്ടാണ് വിനയേന്ദ്രൻ എന്നോട് പെരുമാറിയത്. പെങ്ങന്മാർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയല്ല കട നടത്തുന്നത് എന്ന് വരെ പറഞ്ഞ് നാണം കെടുത്തി. സത്യം പറഞ്ഞാ എനിക്ക് കാറിൽ നിന്നൊരു വിറകേറി വന്നതാ. ഇതൊരു സ്ഥാപനമല്ലെന്ന് കരുതി ഞാനതങ്ങ് അടക്കി. പക്ഷേ അയാളിത് ഇനിയും ആവർത്തിച്ചാൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. അത് ചിലപ്പോ നിലവിട്ട് പോയെന്ന് വന്നേക്കാം. അതിന് ഇടവരുത്താതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. മുത്തശ്ശ, കടയിൽ ജോലി വേണമെന്നുള്ള കാര്യത്തിൽ വിമല ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് എല്ലാരും കൂടി ആലോചിച്ചിട്ട് ഏട്ടനോട് ഇന്ന് തന്നെ പറഞ്ഞേക്കണം. പറഞ്ഞേ പറ്റൂ. വിമലേച്ചി പറഞ്ഞതില് ഒരു ന്യായമുണ്ട്. ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇവളെന്താ തിരിച്ചു വരുന്നേ? സ്ത്രീകളെ സംബന്ധിച്ച് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുക എന്നതിനോളം അഭിമാനകരമായ വേറൊരു കാര്യമില്ല. നമ്മുടെ കടയിൽ വർക്ക് ചെയ്യാനുള്ള ചേച്ചിയുടെ ആഗ്രഹത്തെ മറ്റാരെതിർത്താലും ഞാൻ സപ്പോർട്ട് ചെയ്യും, അതുറപ്പാ. ടെക്സ്റ്റൈൽസില് രോഹിണിയേട്ടത്തെയും ജോലി ചെയ്തിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ വിമലേച്ചി അവിടെ ഒരു ജോലി ആവശ്യപ്പെടുമ്പോ വിനയേട്ടൻ എതിർക്കുന്നത് തീർത്തും തെറ്റാണ്.
തെറ്റ് നമ്മൾ വേണം തിരുത്താൻ. വിനയേട്ടന്റെ ഭാഗത്തു നിന്നും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹരിയേട്ടനും ചേച്ചിയും അത് മനസ്സിൽ വെക്കരുത്. ഞാൻ ഏട്ടനോട് സംസാരിച്ചോളാം. ആ അത് മതി, അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ.